നമ്മിൽ വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ വ്യാപാരത്തെ ഇവിടുത്തെ പണത്തിനോ പാർട്ടിക്കോ പുരോഹിത വർഗത്തിനോ പിശാചിനോ തകർക്കുവാൻ കഴിയുന്നതല്ല. ആമേൻ. ഞാൻ ജോയി ചെമ്മല എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ വന്ദനം പറയുന്നു. യേശുവിന്റെ കല്ലറയുടെ ചുറ്റും കാവൽ നിന്നിരുന്ന പട്ടാളക്കാർ ദൈവത്തിന്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ബോധം കെട്ടു താഴെ വീണു എന്നുള്ളതാണ്. സ്വർഗത്തിലെ പട്ടാളത്തെ കണ്ടപ്പോൾ പീലാത്തോസിന്റെ പട്ടാളം മരിച്ചവരെ പോലെയായി. കാരണം ദൈവദൂതന്റെ രൂപം മിന്നലിൽ ഒത്തതും ഉടുപ്പ് ഹിമം പോലെ വെളുത്തതുമായിരുന്നു. സ്വർഗത്തിലെ ദൂതന്റെ പട്ടാളവേഷം ഇവിടുത്തെ പടയാളികൾ കണ്ടപ്പോൾ ഞെട്ടിപ്പോയി എന്നുള്ളതാണ് വാസ്തവം. കല്ലറയുടെ പുറത്ത് റോമൻ സൈന്യത്തിന്റെ പട്ടാളം റോമ ചക്രവർത്തിയുടെ ഫോട്ടോ പതിപ്പിച്ച സ്റ്റാമ്പ് മുദ്ര വെച്ചപ്പോൾ അകത്ത് കിടക്കുന്നവനാകട്ടെ തേജസിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയുമായവനാണ്. എബ്രായ ലേഖനം 1-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. എന്താണ് ഈ തത്വത്തിന്റെ മുദ്ര? ദൈവത്വത്തിന്റെ ആളത്വത്തിന്റെ പ്രതിച്ഛായ എന്നാണ് ശരിയായ പരിഭാഷ. അങ്ങനെയെങ്കിൽ അകത്ത് കിടക്കുന്നത് ദൈവത്തിന്റെ പ്രതിച്ഛായയാണ്. ആമേ. ഒരു പക്ഷേ റോമാ സൈന്യാധിപന്മാർ ചങ്ങലയിട്ട് പൂട്ടി അല്ലെങ്കിൽ താഴിട്ട് പൂട്ടി താക്കോൽ കൊണ്ടുപോയിട്ടുണ്ടാകാം. എന്നാൽ അകത്ത് കിടക്കുന്നവൻ ദാവീദിന്റെ താക്കോൽ കൈവശമുള്ളവനാണ്. അവന്റെ മുമ്പിൽ തുറക്കാത്ത വാതിലും അഴിയാത്ത പൂട്ടുമില്ല. അവന്റെ മുമ്പിൽ അഴിയാത്ത ഒരു ചങ്ങലയുമില്ല എന്നുള്ളതാണ്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, എന്റെ പിതാവിന്റെ ജ്യേഷ്ഠൻ മാനസിക രോഗം ബാധിച്ച് ചെങ്ങിൽ കിടന്ന കാഴ്ച എന്റെ ചെറുപ്പത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ്. എന്നാൽ പിതാക്കന്മാരുടെ പ്രാർത്ഥന ഫലമായിട്ട് ചെങ്ങലിൽ ബന്ധിക്കപ്പെട്ട് കിടന്നവനെ യേശു കർത്താവ് സ്വതന്ത്രമായി വിട്ട കാഴ്ച കാണുവാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. നമ്മിൽ വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ വ്യാപാരത്തെ ഇവിടുത്തെ പണത്തിനോ പാർട്ടിക്കോ അധികാരത്തിനോ തടഞ്ഞു വെക്കുവാൻ സാധ്യമല്ല എന്നുള്ളതാണ്. ആമേൻ. പീലാത്തോസ് നൽകിയ കാവൽക്കൂട്ടം കൂടാതെ പുരോഹിതനായിരിക്കുന്ന കയ്യഫാവിന് സ്വന്തമായി 230 അംഗ ഡബിൾ പട്ടാളം കല്ലറയ്ക്ക് കാവൽ നിന്നിരുന്നു എന്നുള്ളതാണ്. എന്നാൽ സ്വർഗീയ സൈന്യത്തിലെ അധിപൻ സീര് വെച്ചിരുന്ന കല്ലിനെ ഉരുട്ടിമാറ്റിക്കളഞ്ഞു എന്നുള്ളതാണ്. ഇന്ന് പ്രഭാതത്തിൽ ദൈവമക്കളെ, ആർക്കും പരിഹരിക്കപ്പെടുവാൻ കഴിയാത്ത വിഷയങ്ങളെ പരിഹരിക്കുവാൻ ഉരുട്ടി മാറ്റുവാൻ കഴിവുള്ള പുനരുത്ഥാനത്തിന്റെ ശക്തി ദൈവം പകർന്നിരിക്കുന്നു. അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ആമേൻ. റോമാ സാമ്രാജ്യത്തിന്റെ അടിത്തറ ഇളക്കുന്ന, റോമ ഗവൺമെന്റിന്റെ മുദ്രകളെ പൊട്ടിച്ചു കളയുന്ന പുനരുത്ഥാനത്തിന്റെ ശക്തി എന്താണെന്ന് അറിയണമെങ്കിൽ യേശു മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കണമായിരുന്നു എന്നുള്ളതാണ്. ആമേശ്വരം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രിയപ്പെട്ടവരുടെ മരണം നമുക്കൊരു വേദന തന്നെയാണ്. ചില വേദനകളും വേർപാടുകളും ഒക്കെ നാം അനുഭവിക്കേണ്ടി വന്നേക്കാം. നാം പ്രതീക്ഷിച്ചതുപോലെ ഒക്കെ ദൈവം പ്രവർത്തിക്കാത്തത് എന്താണെന്ന് നാം ചോദിച്ചേക്കാം. അതിന് മറുപടി ഒന്നേ ഉള്ളൂ. നമ്മെ ഒരു പുതിയ മനുഷ്യനായി ഉടച്ചു വാർക്കേണ്ടതിന്, പുനരുത്ഥാനത്തിന്റെ ശക്തി രുചിച്ചറിയേണ്ടതിനുമാണ് എന്നുള്ളതാണ്. ആമേശ്വരം. നമ്മുടെ വാടിയ മുഖം കണ്ട് സാത്താൻ ചിരിക്കുമ്പോൾ സാത്താന്റെ പദ്ധതികൾ തകർത്തുകൊണ്ട് പുനരുത്ഥാനത്തിന്റെ ശക്തി നമുക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമെന്നുള്ളതാണ്. ആമേസ്തോത്രം. കരഞ്ഞ് നിന്റെ മുഖം കാണുമ്പോൾ പലരും ചിരിക്കുന്നുണ്ടായിരിക്കാം. അല്ലെങ്കിൽ നിന്റെ സങ്കടത്തിൽ, നിന്റെ വേദനകളിൽ, നിന്റെ പരാജയത്തിൽ ചിരിക്കുന്നവർ നിന്റെ വീഴ്ച കാണുമ്പോൾ, നിന്റെ കണ്ണുനീര് കാണുമ്പോൾ സന്തോഷിക്കുന്നവരുടെ മുമ്പിൽ നിന്റെ കണ്ണുനീരെ തുടയ്ക്കുന്ന കർത്താവായിരിക്കുന്ന യേശു കർത്താവിന്റെ കരം നിനക്ക് വേണ്ടി ഈ പ്രഭാതത്തിൽ പ്രവർത്തിക്കുമെന്നുള്ളതാണ്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, കണ്ണുനീര് തുടയ്ക്കുന്നവനായിരിക്കുന്ന കർത്താവ് നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാം മാറി നിൽക്കുമ്പോൾ, അകന്നു നിൽക്കുമ്പോൾ, നമ്മുടെ തകർച്ചയും വീഴ്ചയും പരാജയങ്ങളും നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യത്തിൽ കടന്നു പോകുമ്പോൾ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പുനരുത്ഥാനത്തിന്റെ ശക്തി നമ്മുടെ കണ്ണുനീരെ തുടയ്ക്കുമെന്നുള്ളതാണ്. അവൻ നമ്മളെ ബലപ്പെടുത്തുമെന്നുള്ളതാണ്. അവൻ നമ്മളെ പ്രത്യാശയിൽ നടത്തുമെന്നുള്ളതാണ്. ഇന്ന് പൽക്കാലം നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗ നല്ല പിതാവേ, ഇന്ന് പ്രഭാതത്തിൽ കേട്ട ദൈവിക വചനങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. അപ്പൊ ഞങ്ങൾക്ക് വേണ്ടി മരിച്ച് അടക്കപ്പെട്ട ആ പുനരുത്ഥാനത്തിന്റെ ശക്തി ഞങ്ങളെ ബലപ്പെടുത്തുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഭാരത്തിലിരിക്കുന്ന ദൈവമക്കളെ ആശ്വസിപ്പിക്കുന്ന പുനരുത്ഥാനത്തിന്റെ ശക്തി ഇന്ന് പൽക്കാലം വെളിപ്പെടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കണ്ണുനീർ തുടയ്ക്കുന്ന പുനരുത്ഥാനത്തിന്റെ ശക്തി വെളിപ്പെടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എല്ലാ സങ്കടങ്ങളും മാറട്ടെ, എല്ലാ നിരാശകളും മാറട്ടെ, എല്ലാ വേദനകളും മാറട്ടെ. ഇത് പൽക്കാലം പ്രത്യാശയോടെ എന്റെ കർത്താവ് അങ്ങയുടെ മക്കളെ നടത്തുന്ന കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം
സ്തോത്രം ചെയ്യുന്നു. അപ്പൊ പല വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് മറുപടി കാണാതെ നിരാശപ്പെട്ടിരിക്കുന്ന ജീവിതങ്ങൾക്ക് ഇന്ന് വൽക്കാലം ഒരു വഴി തുറക്കുന്നതിനായി സ്തോത്രം. ദൈവമേ, റോമാ സാമ്രാജ്യ ശക്തിയും പിശാചും അടച്ചു വെച്ചത് തുറന്ന ദൈവത്തിന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തി വെളിപ്പെടുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. വിഷയത്തിന്മേൽ അത്ഭുതങ്ങളെ ചെയ്യണം. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു.